അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഭീതി പടരുമ്പോൾ പല ആളുകളും ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കിണർ വെള്ളത്തെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് എങ്ങനെ ക്ലോറിനേറ്റ് ചെയ്യാം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ വീടുകളിൽ കിണറ്റിൽ എലിയോ പൂച്ചയോ മറ്റോ ചാടി ചത്താൽ ഇത് കുടിക്കാൻ യോഗ്യമാണോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അതുപോലെ തന്നെ കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയാലും ഇതേ പ്രശ്നമുണ്ട്. എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ കലർന്ന് വെള്ളം അശുദ്ധമാണെന്ന് തോന്നിയാലും നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സിന് ക്ലോറിനേഷൻ എന്ന് പറയുന്നു. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണിത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ കിണറിനുള്ളിലെ വെള്ളത്തിന്റെ അളവാണ്. ഇതിനായിട്ട് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചൊരു ഫോർമുല ഉപയോഗിക്കാം. വോളിയം ഇസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ H/4. ഇവിടെ ഡിയും ഹെച്ചുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കിണറിനെ സംബന്ധിച്ചിടത്തോളം ഡയമീറ്റർ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ടേപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കിണറിന്റെ വ്യാസം എടുക്കുമ്പോൾ ഇന്നർ ഡയമീറ്ററാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി ഹൈറ്റ് എങ്ങനെ കിട്ടും? ഒരു ബക്കറ്റിൽ കയറ് കെട്ടി കിണറിലേക്ക് ഇറക്കി കൊടുക്കുക. ഈ ബക്കറ്റ് കിണറിന്റെ അടിഭാഗത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഈ കയറൊന്ന് വലിച്ചെടുക്കാം. എത്രത്തോളം ദൂരം ഈ വെള്ളം നനഞ്ഞിട്ടുണ്ടോ അതാണ് കിണറിലുള്ള വെള്ളത്തിന്റെ ദൂരം. ഇത് ഹെച്ചിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കിണറിലെ വെള്ളത്തിന്റെ വോളിയം കിട്ടാനുള്ള ഡിയും ഹെച്ചും കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് ക്യൂബിക് മീറ്ററിൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് കിട്ടും. എൻ്റെ വീട്ടിലെ കിണർ ഈ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി അളന്ന് നോക്കിയപ്പോൾ ഡയമീറ്റർ ഒരു 2.5 മീറ്ററും വെള്ളത്തിന്റെ ആഴം 2 മീറ്ററുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വോളിയം ഇസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ H/4 എന്ന ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 9.8 ക്യൂബിക് മീറ്ററിന് കിട്ടും. ഇനി ലിറ്ററിൽ എങ്ങനെ ഇത് കൺവേർട്ട് ചെയ്യാം? ഈ കിട്ടിയ നമ്പറിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ കിണറിലുള്ള വെള്ളത്തിന്റെ അളവ് ലിറ്ററിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 9.8 ഇൻറ്റു 1000 9800, ഏകദേശം 10,000 ലിറ്റർ വെള്ളം എന്ന് നമുക്ക് എളുപ്പത്തിനായിട്ട് എടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അടുത്തത്, ഈ വെള്ളത്തിലേക്ക് എത്ര ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? കടകളിൽ നിന്ന് നമുക്ക് 500 ഗ്രാമിന്റെ ബ്ലീച്ചിങ് പൗഡർ പാക്കറ്റ് വാങ്ങാനായിട്ട് കിട്ടും. ഇത് ഒരു 25 മുതൽ 30% വരെ അവൈലബിൾ ക്ലോറിൻ ഉണ്ട് എന്ന് കണക്കാക്കിയാണ് നമ്മൾ ഇനിയുള്ള കണക്കുകൾ ചെയ്യുന്നത്. 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്നാണ് ക്ലോറിനേഷന്റെ കണക്ക്. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഭീതിയൊക്കെ ഉള്ള ഈ സമയത്ത് നമുക്ക് സൂപ്പർ ക്ലോറിനേഷൻ തന്നെ ചെയ്യാം. ഇതിനായിട്ട് 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 10,000 ലിറ്റർ വെള്ളമുള്ള കിണറിന് ക്ലോറിനേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 25 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ വേണം. സൂപ്പർ ക്ലോറിനേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ 50 ഗ്രാം ബ്ലീച്ചിങ് പൗഡറും വേണം. ഈ ചെറിയ അളവ് അളക്കാൻ എൻ്റെ വീട്ടിൽ ത്രാസ് ഒന്നുമില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതിനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ എടുക്കാം. ഈ ടീസ്പൂണിൽ നമ്മൾ പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഇതൊരു 4 ഗ്രാം ഉണ്ടാവും. ഉപ്പാണെങ്കിൽ 6 ഗ്രാം. ഇനി പച്ചവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ 5 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറോ? ഒരു ടീസ്പൂൺ നിറയെ ബ്ലീച്ചിങ് പൗഡർ എടുത്താൽ ഇതൊരു 10 ഗ്രാം ഉണ്ടാവും. അപ്പോൾ 10,000 ലിറ്റർ വെള്ളമുള്ള ഒരു കിണറ്റിൽ ക്ലോറിനേഷൻ നടത്താൻ നമുക്ക് 2.5 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ വേണം. എന്നാൽ സൂപ്പർ ക്ലോറിനേഷൻ ആണ് നടത്തുന്നതെങ്കിൽ 5 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡറും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത്, എങ്ങനെ ഇത് കിണറ്റിലേക്ക് ഇറക്കാം? നമ്മൾ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി വെക്കുക. ഈ കുഴമ്പ് രൂപത്തിൽ നന്നായിട്ട് ആയ ശേഷം ഈ ബക്കറ്റിന്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു വെക്കുക. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു 20 മിനിറ്റ് ഇത് അനക്കാതെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് സെഡിമെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മുകളിലത്തെ തെളിനീരാണ് വേണ്ടത്. താഴെ സെറ്റിൽ ചെയ്തിരിക്കുന്ന സെഡിമെന്റ് ഒഴിവാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ തെളിനീര് മാത്രം കിണറിലേക്ക് ഇറക്കാൻ പാകത്തിനുള്ള ഒരു ബക്കറ്റിലേക്ക് മാറ്റിയെടുക്കുക. ഇനി ഒരു കയർ ഉപയോഗിച്ച് ഈ ബക്കറ്റിനെ കിണറിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറക്കി കൊടുത്ത ശേഷം
താഴോട്ടും മുകളിലോട്ടും ഈ കയറൊന്ന് നീക്കി കൊടുക്കാം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല വിഗറസ് ആയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തെളിനീര് മുഴുവൻ കിണർ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞുവെന്ന് നമ്മൾ ഉറപ്പാക്കുന്നിടത്തോളം നേരം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ ഈ ബക്കറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം മുഴുവൻ കിണറിൻ്റെ ഉള്ളിലായ ശേഷം ഈ ബക്കറ്റ് വലിച്ചെടുക്കുക. 1 മണിക്കൂറിന് ശേഷം മാത്രമേ വീണ്ടും മോട്ടർ അടിക്കുകയോ അതല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം കോരിയെടുക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിനെ അണുവിമുക്തമാക്കാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു വഴി. സൂപ്പർ ക്ലോറിനേഷനോ ക്ലോറിനേഷനോ ഏതുമാവട്ടെ, വർഷത്തിൽ ഒരിക്കൽ നമ്മളിത് ചെയ്താൽ മതിയാവും. എന്നാൽ ഇതിനിടയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും മാലിന്യം നമ്മുടെ കിണറ്റിൽ വീണിട്ടുണ്ടെന്ന് നമ്മൾ സംശയിക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സ് ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ക്ലോറിനേഷൻ. നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടുന്ന ബ്ലീച്ചിങ് പൗഡർ മാത്രം മതി ഈ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഭയമൊക്കെയുള്ള ഈ ഒരു കാലത്ത് നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിലെ കിണർ നമുക്ക് തന്നെ ശുചിയായിട്ട് വയ്ക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.